Would you meet Anil? Jamal? Yes, sir. Paris Tailoring Company. കമ്പനി അതെ അങ്ങനെയായിരുന്നു പേര്. അതിന്റെ ആദ്യത്തെ പേര്. And I can still remember the അതെ board. ബോർഡ് Paris Tailoring Company. കമ്പനി. ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ നിന്ന് നോക്കിയാൽ കാണുക അവിടെയാണ്. അതെ അതെ അമ്മച്ചി ഭയങ്കര നല്ല സീംസ്ട്രസ്സാണ്, അതെ നല്ലതായിട്ട് തയ്ക്കും. ഓ. പക്ഷെ സാരി ബ്ലൗസ് അമ്മച്ചിയുടെ തൊട്ട് ഞങ്ങളുടെ വരെ എല്ലാം, ആൻഡ് ഐ ക്യാൻ സേ ഓണസ്റ്റ്ലി, ഞാൻ എൻ്റെ ബ്ലൗസ് കെട്ടി ഞാൻ കാണിച്ചു തരാം. ഓ ഒരു ഐ പൊട്ടിച്ചെന്നീ ഷർട്ടിൻ്റെ അതെ അതെ ഇതിനകത്ത് അപ്പം തരം തിരിച്ച് ഇപ്പം സിൽക്കിൻ്റെ വേറെ കോട്ടൺ വേറെ അങ്ങനെ അങ്ങനെ വെക്കുന്നത്. അതിനകത്ത് എക്സെപ്റ്റ് ഫോർ 2 ബ്ലൗസസ് ബാക്കി മുഴുവനും നിങ്ങളുടെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഐ വാസ് റിഫ്ലക്റ്റിംഗ്. ഞാൻ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂരായിരുന്നു. 10 കൊല്ലം ഞങ്ങൾ തൃശ്ശൂരായിരുന്നു. ആ 10 വർഷത്തെ ഐ നോട്ട് സ്റ്റിച്ച് ദ ബ്ലൗസ് എൽസ്. എന്താണോ 2 ഞാൻ ട്രൈ ചെയ്തു. 2 ഒന്നാണോ എന്നൊരു സംശയം. സിംപ്ലി നോട്ട് ഹാപ്പി. അവിടെ തന്നെ തിരിച്ചു വന്നു. ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി. ഞാൻ പറയാം, ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട് ഒരു 25 കൊല്ലത്തിൻ്റെ മുകളിലായ ഒരു ബ്ലൗസ് ഇൻടാക്ട്. അതിൻ്റെ സ്റ്റിച്ചോ അതിൻ്റെ ഇതോ ഒന്നും. പിന്നെ ഉപ്പ അനിലിൻ്റെ ഉപ്പ എപ്പോഴും പറയുന്നത്, ഞങ്ങളുടെ കല്യാണത്തിന് ബ്ലൗസ് വരുമ്പോൾ ഇത് പറയും, ഇത് ഇച്ചിരി ലൂസ് ഫിറ്റാണ്. എനിക്കറിയാം പിള്ളേർ ഒരാഴ്ച കഴിയുമ്പോൾ വ്യത്യാസം വരും നിങ്ങളുടെ, അപ്പൊ ഇതും കൊണ്ട് ഓടി വരരുത്. പക്ഷെ ആ ലൂസ് ഫിറ്റ് ഡസൻ മീൻ ഇങ്ങനെ ബാഗി ആയിട്ട് കിടക്കുമെന്നല്ല. എനിക്കറിയത്തില്ല ഹൗ ഹി ഡസ് ഇറ്റ്. ഷോൾഡർ വിൽ ബി കറക്റ്റ്, ദ വേസ്റ്റ് വിൽ ബി കറക്റ്റ്, ബട്ട് ഇറ്റ് വിൽ ഗിവ് യു നമ്മൾ ആ എലവൻസ് നമ്മൾ വി ഗ്രോ ഇൻ ടു ഇറ്റ്. എനിക്കറിയില്ല എത്ര പേര് ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങളോട് കൃത്യമായിട്ട് ഉപ്പ പറഞ്ഞു തരുന്ന എങ്ങനെയാണ്, ഇത് വെൽ ഫിറ്റഡ് അല്ല. പിന്നെ അങ്ങനെ എനിക്കൊക്കെ പിന്നെ അങ്ങനെ വെൽ ഫിറ്റഡ് അല്ല ഇഷ്ടം. ഇറ്റ് ഹാസ് ടു ബി കറക്റ്റ് ഫിറ്റ് ബട്ട് നോട്ട് ടൈറ്റ് ഫിറ്റ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സാധനം തരുന്നത്, ബ്ലൗസ് തരുന്നത്. ഇറ്റ് വാസ് റിയലി എ മാർവലസ്. സൂപ്പർ ഹാപ്പി. അതുപോലെ തന്നെ ദ വേ യു ട്രീറ്റ് പീപ്പിൾ, അതും ഭയങ്കര നല്ലതാണ്. നിങ്ങൾ വളരെ ബിസിയാണെന്ന് എനിക്കറിയാം. അതുപോലെ എൻ്റെ ഓർഡർ ഒന്നും ഹ്യൂജ് ഓർഡേഴ്സ് അല്ല, നോർമൽ ഓർഡേഴ്സ്. വല്ലപ്പോഴും ഒരു ബ്ലൗസ്, വല്ലപ്പോഴും. എന്നാൽ ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് എവറി റെസ്പെക്ട് ദാറ്റ് മീൻസ് ടു ബി അല്ല എവറി ലൈക്ക് ഓണർ ചെയ്യുന്നൊരു ഒരു അറ്റ്മോസ്ഫിയർ അതിനകത്ത് കയറുമ്പോൾ, ഈവൻ നിങ്ങൾ സ്റ്റാഫാണെങ്കിലും ഒരു എക്സാജറേഷൻ അല്ല. ഞാൻ ഐ എം നോട്ട് സെയിങ് ഇറ്റ് ടു പ്ലീസ് എനിബഡി. ഇറ്റ്സ് സ്ട്രേറ്റ് ഫ്രം മൈ ഹാർട്ട്. മമ്മയുടെ ബ്ലൗസ് മാത്രം ഇട്ടാ കൈ പൊക്കിയ ബ്ലൗസ് പൊങ്ങില്ല. സ്പെസിഫിക്കലി സേ ദാറ്റ് കൈ പൊക്കിയാല് അത് നീട്ടം കുറഞ്ഞാണേലും വേണ്ടിയില്ല. സം പീപ്പിൾ ലൈക്ക് ഷോർട്ട്. അന്നത്തെ കാലത്തെ ഫാഷൻ അനുസരിച്ച് എൻ്റെ ഇതൊന്നും ഒരു ഇഞ്ച് പോലും എൻ്റെ സ്ലീവ് പൊങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയത്തില്ല ഇതെങ്ങനെ പറ്റിയത്. സാരി ബ്ലൗസിന് ഒരു വേറെ സ്പെഷ്യൽ അതിൻ്റെ ഞാൻ അങ്ങനത്തെ ബ്ലൗസ് ആദ്യം ഉപയോഗിക്കാത്തതുകൊണ്ട് ഐ മോസ്റ്റ്ലി അങ്ങനെ ഒരെണ്ണം തയ്പ്പിച്ചു. ഭയങ്കര നല്ല, അതിടുമ്പോ ഭയങ്കര ഒരു പ്രത്യേക കംഫർട്ട്. അതെന്തോ ഒരു അടിയിലെന്തോ ഒരു അത് നമ്മള് നമ്മുടെ പേരിൽ തന്നെ ബ്ലൗസ് ഇങ്ങനെ ഇറക്കിയതാണ്. അപ്പൊ അത് ഒരു ബെസ്റ്റ് ഫിറ്റ്, അതിന് കുറച്ച് സപ്പോർട്ട് കിട്ടും.